ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാത്റൂമിൽ വരുന്ന ലീക്കാണ്. അതായത് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്രയും പ്രശ്നം ഫീൽ ചെയ്യില്ല. അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ലീക്ക് നമുക്ക് താഴത്തെ വാർക്കയിൽ നമുക്ക് താഴെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് ഒരു പരിധി വരെ വരുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് നോക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് നോക്കുക, ഒരു ബാത്റൂം ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ കോൺക്രീറ്റിങ്ങിന് മുന്നേ ഉള്ള രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതായത് കോൺക്രീറ്റിന് മുന്നേ, അതായത് 4 ഇഞ്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇഞ്ച് ട്രാപ്പ് പോയിട്ടുണ്ട്. അതിൽ സെൻറ്ററിൽ ഒരു പൈപ്പ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറുതെ ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു പൈപ്പാണ് വെച്ചിരിക്കുന്നത്. ആ പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഓൾറെഡി ആ പൈപ്പ് വെച്ചിരിക്കുന്നു. അത് ഇങ്ങനെ ഒരു ഗ്രൂ പോലെ ചെയ്തിട്ടുണ്ട്. അത് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും പൊക്കത്തിൽ ഏകദേശം റൂമിനേക്കാൾ ഏകദേശം 6 ഇഞ്ചോ 5 ഇഞ്ചോ താത്തിയാണ് ഓൾറെഡി നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ 5 ഇഞ്ച് താത്തിയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ബാത്റൂം ചെയ്യുന്നത്. ഈ ബാത്റൂം ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ എല്ലാം മൂടി പോകുന്നതിന് വേണ്ടിയിട്ടും ഏകദേശം ഒരു 6 ഇഞ്ചോളം കോൺക്രീറ്റിങ് ചെയ്യുന്നുണ്ട്. ഈ കോൺക്രീറ്റിങ് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത്രയും താഴ്ചയുണ്ടാവും. പിന്നെ അതിനുശേഷം ബാത്റൂം ഓൾറെഡി ഫ്ലോറിൽ നിന്ന് താഴ്ന്നാണ് കിടക്കുന്നത്. ഏകദേശം 1 ഇഞ്ചോളം താഴ്ന്നാണ് കിടക്കുന്നത്. റൂമിൽ നിന്നും താഴ്ന്ന് കിടക്കുന്നു. പിന്നെ ടൈല് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണെങ്കിൽ കുറേ നാളുകൾ കഴിയുമ്പോൾ ടൈല് യൂസ് ചെയ്യുന്ന സമയത്ത് ടൈലിൻ്റെ ഗ്യാപ്പിൽ നിന്നും ഓൾറെഡി വെള്ളം താഴേക്ക് ഇറങ്ങാനും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം എന്തായാലും കുറച്ച് വെള്ളം താഴേക്ക് കിടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ താഴേക്ക് ഇറങ്ങുന്ന വെള്ളം കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ മുകളിൽ നിന്ന് താഴേക്ക് അത്രയും താഴ്ചയാണ് നമ്മൾ ബാത്റൂം ഇടുന്നതുകൊണ്ട് തന്നെ എങ്ങനെയായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് വെള്ളം താഴെ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം പോകാനുള്ള അവസരം നമ്മൾ കൊടുത്തില്ലെങ്കിൽ അത് താഴെ നമുക്ക് ലീക്കായിട്ട് ഫീൽ ചെയ്യും. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. നമ്മൾ ബാത്റൂം ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ് കണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വെറുതെ ഫ്രീ ആയിട്ട് ഒരു എക്സ്ട്രാ ഒരു പൈപ്പ്, അത് 1 ഇഞ്ചാണെങ്കിലും 3/4 ഇഞ്ച് ഏതാണെങ്കിലും ഒരു എക്സ്ട്രാ പൈപ്പ് പുറത്തേക്ക് തള്ളി അത് ബാത്റൂമിൻ്റെ ഏരിയയിൽ നിന്നും, അതായത് ആ സ്ലോപ്പ് വരുന്ന ഏരിയയിൽ നിന്ന് നേരെ പുറത്തേക്ക് താഴെ കോൺക്രീറ്റിന് ഊറി വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്ത് കൊടുക്കണം. ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമുക്ക് കൂടുതലും വരുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചെയ്യുന്നത്, ഒരു പൈപ്പ് എടുത്തതിന് ശേഷം ഉണ്ടോ ഇതുപോലെ ഗ്രൂ പോലെ കട്ട് ചെയ്ത് കാണിക്കുക. അത് എങ്ങനെയാണെന്ന് ജസ്റ്റ് അത് കാണിച്ചു തരാം നിങ്ങളെ. അതായത് ഈ പൈപ്പിൻ്റെ മുകളിൽ കണ്ടോ ഒരു പൈപ്പ് വെറുതെ ഒരു ഫ്രീ ആയിട്ട് 1 മീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് എടുത്തു ഗ്രൂ പോലെ ജസ്റ്റ് ബ്ലേഡ് കൊണ്ടോ കട്ടർ കൊണ്ടോ കട്ട് ചെയ്യുക. ഇങ്ങനെ അത് നമുക്ക് ഏകദേശം ബാത്റൂമിൻ്റെ ഏരിയയിൽ മാത്രം മതി. ഭിത്തിയുടെ ഉള്ളിലേക്ക് വരാവുന്ന രീതിയിൽ ചെയ്യരുത്. അപ്പോൾ ഭിത്തിയുടെ അവിടേക്ക് നടന്നു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിൻ്റെ അകത്ത് വരാവുന്ന രീതിയിൽ ഇങ്ങനെ ഗ്രൂ ചെയ്തതിന് ശേഷം ഈ ഗ്രൂ ചെയ്ത ഭാഗം താഴേക്കായിട്ട് ഇങ്ങനെ പൈപ്പ് കൊണ്ടോ തിരിച്ച് താഴേക്ക് വയ്ക്കുക. അതിനുശേഷം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടത്. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പൈപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് വേണമെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് സിമെൻറ്റ് എംസാൻഡ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി കംപ്ലീറ്റ് ഒന്ന് കോൺക്രീറ്റിൽ ഉറപ്പിക്കുക. അപ്പോൾ ഓൾറെഡി അത്രയും ഉറപ്പിച്ചതിന് ശേഷം അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന താഴേക്ക് വരുന്ന ഊറി വരുന്ന വെള്ളം, കോൺക്രീറ്റിൽ നിന്നാണ് ടൈലിൽ നിന്ന് ഊറി വരുന്ന വെള്ളം, അപ്പോക്സി കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇന്നലത്തെ കാലത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഭാവിയിൽ എന്തെങ്കിലും വെള്ളമോ ഈർപ്പോ കാര്യങ്ങൾ ഊറി വരുന്ന വെള്ളം പുറത്തേക്ക് പോകാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ ഒരു 90% നമ്മുടെ ഈ ബാത്റൂമിലുള്ള ലീക്ക് നമുക്ക് മാക്സിമം, അതായത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ബാത്റൂമിൽ വരുന്ന ലീക്ക് മാക്സിമം ഒഴിവാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ.